ഹലോ, എന്നാണ് പരിപാടി? അമ്മയും ഇന്ന് ചക്ക പരിപാടി. ചക്ക കുറേ നാളായി ചക്ക വെച്ചിട്ട്. എനക്കല്ല, അമ്മക്കാണ് ചക്കേന്റെ ഭയങ്കര ഇൻട്രസ്റ്റ്. ചക്കപ്രേമിയായ ശൗന്തള അമ്മയാണ്. അയ്യോ, അമ്മമ്മക്ക് തന്നെയാ എപ്പോഴും ഇവിടെ ചക്ക കഴിക്കില്ല. അമ്മ മാത്രമേ ചക്ക പറഞ്ഞില്ലേ എനക്ക് ആഗ്രഹം എന്നോള് പറഞ്ഞിട്ടല്ല, അമ്മമ്മക്ക് ചക്ക കഴിക്കണം എന്ന് ആഗ്രഹം. അതന്നെയാണ്. പക്ഷെ അമ്മ ഇടുന്ന ചക്ക നല്ല സാധനം. അത് അമ്മ അറിഞ്ഞോണ്ടാണ് നമുക്ക് ചക്ക അധികം കഴിക്കാനുള്ളൊരു. നമ്മ മുന്നേ ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇത് ചക്ക വെച്ചതുമായിട്ട്. അപ്പൊ അതുകൊണ്ട് ചക്ക പറിക്കാൻ നമ്മുടെ കൊക്ക കൊണ്ടുവന്നു. കൊക്ക കൊണ്ടുവന്നിട്ട് ഇപ്പം കത്തി കെട്ടുന്നു. നമ്മൾ ഇവിടെ മുന്നിലൊരു പ്ലാവുണ്ടേ, ആ പ്ലാവിൽ ചക്കയൊന്നുമില്ല. ആ പ്ലാവില് ചക്ക ഇല്ലാത്ത കാരണം നമ്മള് വെട്ടി ഇതിനെ നമ്മൾ മൊട്ടയാക്കിയിട്ട് വെക്കല അധികവും. ഇത് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കളത്തിലേക്കാണ് ഇതിന്റെ ചപ്പ് എല്ലാം വന്നതാ. ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരാള് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. തൊട്ട് ഭയങ്കര കൊതുകാട്ട. ഇപ്പൊ മഴ വന്നതുകൊണ്ട് ഭയങ്കര കൊതുകാണ്. കൊതുകിന്റെ ശല്യാന്ന് വെച്ചാൽ ഒന്നാമത് പറഞ്ഞാൽ നമ്മളെ ഏരിയ ഒന്നാമത് വെച്ചാൽ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. കണ്ടത്തിന്റെ സൈഡാണ് താഴെ. അങ്ങനെ ചക്കയും കൊണ്ട് അമ്മയാണ്. പിന്നെ ഒരു ചക്കക്ക് പകരം കൊറേ ചക്ക പറിച്ചിട്ടു അല്ലേ? അതെ. നമ്മള് പറഞ്ഞാ പിന്നെ നരിക്കോട് പറ്റുമെങ്കിൽ അടിയും കൊണ്ട് കൊടുക്കാം. അമ്മ ഇനിയിപ്പോൾ ഇത് വെട്ടി മുറിച്ച് നുറുക്കി എന്താക്കുന്നമ്മേ കറിയാന്ന് വല്ല ചക്ക വെക്കാനാ പോകുന്നു. വെക്കാൻ പോവേ നമ്മ. ചക്കക്കറിയെല്ലാക്കല്ലേ? ചക്കേനെ കൊണ്ട് എന്നാക്കാൻ പറ്റാണ്ട് ഇട്ടിട്ട് കറി വെക്കും, മത്തൻ ഇട്ടിട്ട് കറി വെക്കും, കടലി ഇട്ടിട്ട് വെക്കും, കറി വെക്കും മൊത്തത്തില്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഉണക്കച്ചെമ്മീനും ചക്കയുമാണ് കേട്ടോ. വറുത്തിടല്. അതെ, അതാണ് അങ്ങനെ ഉണ്ടാക്കുന്നമ്മേ. ചക്ക വെക്കും, ഉണക്കച്ചെമ്മീൻ വറുത്തിടാൻ നാളെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇന്ന് ചക്കയാണ് കേട്ടാ. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? പിള്ളേർക്ക് വലിയ ഇതൊന്നും ഇല്ല ഇപ്പൊ പറയുന്നത്. പച്ചച്ചക്കയാ? ആയുർവേദം എടുക്കും. പച്ചച്ചക്ക അധികം തിന്നല്ലേ? അല്ലെ, പച്ചച്ചക്ക അധികം തിന്ന. ഒരു ചോള 2 ചോള തിന്നാ. പക്ഷെ ഇത് അധികം പഴുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് മൂത്തിട്ടുണ്ടാവും അമ്മേ? മൂത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ കുറേ എണ്ണം പറിച്ചിട്ടുണ്ട്. ഒരു 4-5 പറിച്ചിട്ട് ഇനിയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരുപാടുണ്ട്. നമ്മൾ അങ്ങനെ ആ സൈഡിലെ ചക്ക എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിലുണ്ട്. എല്ലാം പഴഞ്ചക്കയാണ്. അപ്പോൾ പഴുത്തിട്ട് അത്ര പോരാ അല്ലേ? ഇത് നമുക്ക് ഇതുപോലെ. പിന്നെ നല്ല ഉപ്പി മറ്റേ ഇത് വറവല്ല എന്നാ പറയല്. പിന്നെ ചക്ക വറുത്തത്. ചക്ക വറുത്തതിലാക്കാൻ നല്ല രസമാണ്. പക്ഷെ അതിന് നല്ല രസമാണ്. അത്രയും ഇതാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടാ ചക്ക വറുത്തത്. അതിനെല്ലാം ഈ ചക്ക ഓക്കെയാണ്. പഴുത്തിട്ട് തിന്നാന്നില്ലേ? നമ്മൾ നേരത്തെ പറയാനത് വിട്ടുപോയത്. ഇപ്പുറത്ത് നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ കണ്ടങ്ങളാണ്. അപ്പോൾ വയലിലും ഉണ്ട്. ഇടിയെല്ലാം വെള്ളവും അതെല്ലാം കാര്യമുണ്ട്. ഭയങ്കര കൊതുകിൻ്റെ ശല്യം ഉണ്ട് ഇവിടെ. അതെ. അയ്യോ, ഞാനൊരു 10-15 ഇപ്പോൾ ഒരു കൊതുകിനെ കൊന്നു കേട്ടാ. കൊതുക് മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനം. ഇറിറ്റേഷൻ കിട്ടുന്നതാണ്. തഗ് അതിൻ്റെ ഇടക്ക് പ്രിയേ കൊതിനെക്കാട്ടി ഡിസ്റ്റർബ് ചെയ്യുന്നത്. മണി എന്നാ മണി? ഓ, അത് ഇളകി വീണു അല്ലേ? നമ്മളെ ഈ സൈഡിലെത്തിയത്. മേതോട്ടി എന്താ പറയുന്നത്? ഇന്ന് അപ്പോൾ 3 ദിവസം ലീവാന്നേ. 3 ദിവസം ലീവാന്ന്. ഒരു ദിവസം ഇന്നത്തെ ദിവസം എന്താ? ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഓഹോ, ഓക്കെ. തെറ്റിക്കോളെ. അതിന്റെ വെളിഞ്ഞെറി ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അതെന്ത് പരിപാടിയാണ്? ഞാനിവിടെ ക്യാമറ പിടിച്ചിരിക്കുമ്പോ അമ്മ തിന്നല. മണീനെ കൊതുക് പൊതിയുന്നുണ്ട്. എനിക്ക് ഇത് മാത്രം കാണാൻ പറ്റില്ല കേട്ടോ. അതാ നെറ്റിക്കല്ലുണ്ട് ഒരു. എന്റെ പൊന്നെ, എനിക്ക് ഇത് മാത്രം കണ്ടുകൂടാ. കൊതുക് അമ്മാതിരി കൊതുക് അറിയാ. അത് എനിക്ക് എന്നാന്നറിയാം. എന്നെ കൊതുക് വല്ലാണ്ട് പൊതിയും. ഓരോരാളെ അതന്നെ. അത് അങ്ങനെയാണ്. എ പോസിറ്റീവുകാർക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാമോ? ഭയങ്കര രക്തം
കൊതുക് പാഞ്ഞു വന്ന് കുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തവരൊന്ന് കമന്റ് ചെയ്യാൻ രക്ഷയില്ല. കൊതുക് മാത്രം എനിക്ക് എങ്ങനെയും സഹിക്കൂല കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. മനുഷ്യന്മാരെ പിന്നെ ആ കൊതുക് പറയും മക്കളെ ആ എ പോസിറ്റീവ് ഇല്ലവരെ ഓ കൊതുക് അച്ഛൻ കൊതുക് അല്ലെങ്കിൽ പേരൻസ് കൊതുക് കുട്ടികളോട് പറയും എ പോസിറ്റീവിന്റെ മാത്രമേ ചോര കുടിക്കാൻ പാടുള്ളൂ എന്ന്. മണിക്കുട്ടാ കേൾക്കുന്നുണ്ടാ? ആ എ പോസിറ്റീവ് എന്ന് വെച്ചോ വെള്ളം ഇത് ഭയങ്കര ആവുന്നിട്ടാ ഇവള്. അപ്പൊ നമ്മളെ ചക്ക ഇങ്ങനെ പാങ്ങായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടി നുറുക്കി അത് പാകാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഇല്ല തിന്നാ രണ്ട് കുറ്റവും പറയേ പോരാ. പക്ഷെ അതെ, പണി വീഡിയോ എടുത്ത് വെക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മളൊരു ചെറിയൊരു ഷോർട്സ് വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ. അതാണ് ഈ ക്യാമറയും പിടിച്ച് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പച്ചച്ചക്ക ഇടുന്ന് നല്ലോണം പെരുമാറുന്നുണ്ട് കേട്ടോ. പച്ചച്ചക്ക ഏതുട്ടി ആ വെള്ളം അടച്ചു നോക്കേ മണിക്കൂട്ടാ, അത് ഓഫാക്കണേ. ചക്ക വെറുങ്ങനെ കഴിക്കുമ്പോൾ സുഖമൊന്നും കിട്ടൂല. ചക്കം വെറുങ്ങനെ കഴിക്കുമ്പോൾ സുഖം ആക്കിയാ കിട്ടൂല. പഴുത്തയൊക്കെ വേറെ തന്നെയാണ്. അതെ, ടേസ്റ്റ് എനിക്കും പഴുത്ത ചക്കയാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിക്കുന്നതിനെക്കാട്ടി വെച്ചിട്ടും എനിക്ക് അങ്ങനെ പണ്ടേ ഇഷ്ടമല്ല. പക്ഷെ നല്ലതായിരിക്കാം, നല്ല എന്താന്ന് പറയണ്ടത് വിറ്റാമിനും ഹെൽത്തി ഫുഡെല്ലാം ആയിരിക്കാം. പക്ഷെ ഇഷ്ടം അല്ലാണ്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഓവർ ഇഷ്ടം എന്ന് പറയാനുമില്ല. പിന്നെ അമ്മയാണ് ഇതിൻ്റെ മെയിൻ ചക്ക പ്രേമി എന്ന് തന്നെ പറയാം. അതെ, അച്ഛനും അമ്മക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അവരെയൊന്നും ചില ഇത് അയ്യോ ആടെ നടക്കുന്ന എന്താ നീ കണ്ടില്ലല്ലോ. ആ ചക്ക കൈമല് അത് കൈമല് പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനാ വലിച്ചു. നമുക്ക് അതിൻ്റെ പോയിട്ട് അത് കഴുകാൻ നിൽക്കും. അപ്പോൾ ഏതായാലും നമ്മൾ ഇതെല്ലാം ചുളയിലെടുത്ത് അല്ലേ വെക്കുന്ന സമയത്ത് കാണാം. ഇനി അപ്പൊ നമ്മളെ ചക്ക വെച്ച് വാങ്ങി ഇതാ കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അതിന്റെ ഇടക്ക് നമ്മളെല്ലാരും വേറെ വൈക്കായി പോയല്ലേ. ഇല്ല ഏതായാലും വെച്ചിട്ടുള്ളത് കണ്ടല്ലോ. പിന്നെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, ഉണക്ക ചെമ്മീനും തേങ്ങ, അതുപോലെ ബാക്കി നോർമൽ എല്ലാരും ഇടുന്ന പോലെ തന്നെ അല്ലേ, കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങൾ. ഒരു ചില നല്ല മണാട്ടാ. ആദ്യമായിട്ടാണ് ചക്ക വെച്ചിട്ട് മണത്തിട്ട് വരുന്നവരല്ല മറ്റി ചക്കേന്റെ അടുത്തോട്ട് നോർമൽ എല്ലാ ദിവസവും ആക്കുന്ന പോലെ വേറെ എന്തോ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് വന്നു. തേങ്ങ ഇന്ന് വറുത്തിട്ടില്ല, പച്ചക്ക് ഇട്ടു ഞാൻ. തേങ്ങയും വെളുത്തുള്ളിയും ഞാൻ പച്ചക്ക് ഇട്ടു. ടേസ്റ്റാ, കഴിച്ചു നോക്കിട്ട് ഇനി പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ചായ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. അതെ, ചായ റെഡി ആക്കി അല്ലേ. മഴ വേണം. ഞാൻ വിചാരിച്ചു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും കറിന്റെ കറിയാന്നൊക്കെ മത്തിക്കറി ഇടിയുണ്ട്, നല്ല ടേസ്റ്റാ. മത്തിക്കറിയുടെ വെച്ചിട്ടുണ്ട്, ഇന്നലെ മത്തി വാങ്ങിയത് നമ്മള്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഡിന്നറും കൂടെ സെറ്റായി ഓർമ്മപ്പെടുത്തുന്നു. ഡിന്നറും കൂടെ ആയിരിക്കുന്നു. മീൻകറി എടുത്ത് ഇതൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാം. ഇനി അതെ, അപ്പൊ നമ്മുടെ ചക്കയിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തിന്ന് നോക്കിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞുതരാം. രണ്ടാളും ഒരുമിച്ച് പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. വായിലേക്ക് ഇടുക നല്ലോണം. കൃത്യം പറയാം, സംഭവം പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളി. അതിന്റെ പേരും സീനാട്ടിന് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ട് അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കാനേ കഴിക്കാലോ വെച്ചിട്ട്. അമ്മേന്റെ ഇഷ്ട ഭക്ഷണമാണ്. ചെമ്മീനും കൂടെ വന്നുകൊണ്ട്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് അടുത്ത പരിപാടി ചക്ക തിന്നു കഴിഞ്ഞിട്ടുള്ള പരിപാടി അറിയാം. ചക്ക തിന്നു കഴിഞ്ഞിട്ട് നമ്മള് ഒരു കാര്യം കൂടി ഉണ്ട്.
അപ്പോൾ ഫസ്റ്റ് ചക്ക തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതെ, ചക്കയിൽ നിന്ന് വയറ് നിറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയാട്ടെ. ചക്ക നിന്ന് ഗ്യാസ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞതാണ് ഇവര് ജേഴ്സി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് റൊണാൾഡോ, നെയ്മർ. അപ്പൊ ബ്രസീൽ അപ്പൊ നമ്മളൊരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു ആ ഒരു ഫുട്ബോളിന്റെ ഒരു ഡാൻസ്, അപ്പൊ അത് ജേഴ്സി ഇട്ടിട്ടാണ് ഇവര് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കിപ്പോ ഓടെ ഒരു ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്തായാലും ഓക്ക് കാണിക്കണം അല്ലേ? പാട്ട് വെക്കട്ടെ. അപ്പൊ അക്കോട്ട് വട്ടി വെച്ച പിന്നെ കോപ്പി നമുക്ക് അത് കൃത്യമായിട്ട് നമ്മള് മറ്റേ റീൽസ് ആയിട്ട് ഇടുവേ. പഠിച്ചു എന്നല്ല പറഞ്ഞത്, അറിയില്ല ഇവര് എന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സാറേ പോവാലോ സാറേ. സാറേ അപ്പൊ ഇവര് രണ്ടാളും അത് പഠിച്ചതാണ്. അപ്പൊ അതിനൊരു ജേഴ്സി വേണം പോലും. അപ്പൊ ഇവര് വീഡിയോ കണ്ടതാണ് റീൽസ്. അപ്പൊ അതുപോലെ ഇവർക്കും ചെയ്യണമെന്നില്ല രീതിയിൽ പട്ടിക നമുക്ക് കിട്ടും. ജേഴ്സി കിട്ടുമോന്നൊന്നും അറിയില്ല. വിട്ടോ വണ്ടി വിട്ടോ 80 വിട്ടോ. മുംബൈയിലേക്ക് വിടാൻ ജേഴ്സി തപ്പി നമ്മള് ഒരു കടയിൽ കയറി. അപ്പോഴത്തേക്ക് ആടിയില്ല. അപ്പൊ രാത്രി വന്നിട്ട് ജേഴ്സി ഉണ്ട്, ബ്രസീലിന്റെ മാത്രം ഉണ്ട്, നെയ്മറിന്റെ. മേതൂട്ടിക്ക് പോർച്ചുഗലിന്റെ കിട്ടുന്നില്ല. അപ്പൊ രണ്ടാമത്തെ കടയിലേക്ക് പോയി. ആടിയില്ല. മണിക്കൂറിന്റെ കിട്ടുന്നുണ്ട്, പക്ഷെ മേതൂട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മള് രണ്ടുപേർക്കും ഒരുമിച്ച് എടുക്കാന്നുള്ള രീതിയിലാണ് പോന്ന്. ഇപ്പൊ നമ്മൾ എന്നിട്ട് നേരെ ആടുന്നെല്ലാം വിട്ട് പയ്യന്നൂരേക്ക് പോക്കായല്ലേ. ഈ സമയത്ത് ഒന്നാമത് ഏരിയയിലെ സ്പോർട്സ് കട അടച്ചിട്ടുണ്ടായിന്. ബ്രസീൽ അല്ലടാ, പോർച്ചുഗൽ. റൊണാൾഡോ ഇഷ്ടലാൻറ്റല്ല. ഒന്നാമത് ഇവളെ സൈസ്, രണ്ടാമത് തീർന്നു പോയല്ലേ. നമ്മൊന്ന് വിളിച്ചു, നമ്മളൊരു ഫ്രണ്ടിന്റെ കടയുണ്ട്, അവരെയും വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവരെ സൈസ് ഇല്ല, അവർക്ക് എക്സലും ലാർജല്ലേ കൊണ്ടുവച്ചില്ലോ, മേതുട്ടീന്റെ സൈസ് ഇല്ല. ഏതായാലും നമ്മൾ ഇനി പയ്യന്നൂരേക്കാന്ന് പോകുന്നത്. ഇറങ്ങി തിരിച്ചുവല്ല, ഇനിയിപ്പം കിട്ടുമോ നോക്കാന്നില്ലേ പോന്നതാണ്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു വരാം. മേതൂട്ടി എന്റെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മണിക്കൂറിന് മേടിച്ചു. പക്ഷെ മേതൂട്ടി പറഞ്ഞു കേട്ടോ, നമ്മളൊരു കടയിൽ കയറിയപ്പോ നിങ്ങള് മണീന്റെ മേണിക്ക്, എന്റേത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മേടിക്കാന്നല്ലേ. പക്ഷെ എനക്ക് മനസ്സ് വന്നില്ല. എന്റെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓന്റെ മേടിച്ചിട്ട് എന്റെ മേടിക്കണം. ഞാൻ വിചാരിച്ച എന്റേത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മേടിക്കാൻ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ അപ്പൊ ഇനിയിപ്പം എനക്ക് മനസ്സ് വന്നില്ല. ഞാൻ രണ്ടാളും ഒന്നിച്ചു വാങ്ങാം, ചില പ്രശ്നമില്ലല്ലോ. ചിലപ്പോ ഇനിയിപ്പോ മൈദൂടിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതന്നെ ആയിരിക്കും മുഖം ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കും. അപ്പൊ നമുക്ക് നോക്കാം, പോകുന്ന വഴിക്ക് നോക്കിക്കോ മണിക്കൂട്ട് എവിടെയെങ്കിലും സ്പോർട്സ് കട ഉണ്ടോന്ന്. കാരണം അങ്ങനെയില്ല, അത് കോട്ടാണ്, റെയിൻകോട്ടാണ്, യെല്ലോ കളർ കണ്ടത്. കാരണം സ്പോർട്സ് കടയിലെ കൂടുതലും അത് കിട്ടുക. കിട്ടിയാ കാണിച്ചേ ഇട്ട് നോക്കണ ഇതിന്റെ മുകളിൽ തന്നെ ഇട്ടോക്കല്ലേ. മണീനെ കിട്ടിയില്ല. റെഡിയായി നിക്കുന്ന് ഓൻ എന്താ എടുത്തു, അത് വില്ലതായി പോയി. അതെയാ, നിന്റെ നമ്പർ 10 കുറച്ച് വലുതായി പോയി ഇത്. അതെ, അധികം ചെറുതായിട്ട് ഇത് ചെറുതുണ്ടോ? ഇല്ല അല്ലേ. ബ്രസീലില്ല കേട്ടാ, ഫ്രീ ആയി. ഈ കടയടക്കം 25ാമത്തെ കടയത്. പയ്യന്നൂരിലെ തുറന്നിട്ടില്ലേ അവസാന കട വരെ കേറി. പക്ഷെ മണിക്കൂട്ടിന് കിട്ടിയില്ല. ആദ്യം മണിക്കൂട്ടിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ. ജേഴ്സി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ മണിക്കൂട്ടിന്റെ സൈസ് ഇല്ല. നമ്മളെ മേതൂടി ഭാഗ്യം. പല്ല് പൊടിക്കലായിരിക്കും.
മേധുവിന്റെ കിട്ടിയത് ഭാഗ്യായി. ഇതിന്റെ കിട്ടിയത് ഭാഗ്യം. ഉം. അപ്പൊ ഏതായാലും മണിക്കൂട്ടൻ പണീന്റെ നമുക്ക് ഉണ്ട് അറിഞ്ഞു കേട്ടോ. അത്ര രാവിലെ ആയാലും പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിപ്പോ 9:30 എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മ എല്ലായിടത്തും പോകും. പയ്യന്നൂർ എല്ലാ സ്ഥല കടകളിലും നോക്കി ഒരു 3 വട്ടം ഞാൻ ഈ ബസ് സ്റ്റാൻഡ് പക്ഷെ മേധുവിന്റെ അവര് പറഞ്ഞോട്ട് ഇന്ന് വന്നതാ പോലും ആ സ്റ്റോക്ക് ഇപ്പം വന്നത്. നല്ല ഡിമാൻഡ് ഉണ്ട് തോന്നുന്നു. അപ്പൊ മണിക്കൂട്ടൻ്റെ ഇന്ന് കിട്ടും തോന്നുന്നില്ല. എന്താ ചെയ്യാ, മണിക്കൂട്ടൻ ഭയങ്കര സാഡിലായില്ല. മണിക്കൂട്ടൻ പറഞ്ഞു പിന്നെ നിങ്ങള് എന്നാ പിന്നെ ആദ്യം എന്റെ ഇത് മേടിച്ചുകൂടിയെന്നല്ല അല്ല മണി. അല്ല മണിക്കൂട്ടിന് എന്തായാലും ആടി ഉണ്ട്. ഇനിയിപ്പോ ആ സമയത്ത് ആരും പോയി മേടിച്ചിട്ടൊന്നും ഉണ്ടാവും. നാളെ നമുക്ക് മണിക്കൂട്ടിന്റെ മേടിക്കാം. പോകുന്ന വൈക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പഴയങ്ങാടി സൈഡിലെങ്ങാനും ഇനി ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. പഴയങ്ങാടി വേണ്ട, ഇനി 10 മണിയായി. ഇനിയിപ്പോ ഉണ്ടാവൂല. ഇവിടുന്ന് തിരിക്കുന്നു. മെല്ലനെ വിട്ടുവന്നാല് അങ്ങനെ ലാസ്റ്റ് ഡ്രസ് കിട്ടി. ഡ്രസ്സിന്റെ ഇതാണ് പുറകെ. ഫൈനൽ ലുക്ക് ഈസ് ദിസ് വൺ. ഫൈനൽ ലുക്ക് ഈസ് ദിസ് വൺ. പോർച്ചുഗലിന്റെ ഡിസൈൻ. പോർച്ചുഗലിന് സ്റ്റാർ ഇല്ല. മണിക്കൂട്ടിന് ഇപ്രാവശ്യം കിട്ടിയില്ല കേട്ടോ. ഇനി നാളെ രാവിലെ പോയി നമുക്ക് മേടിക്കണം. മണിക്കൂട്ടിന്റെ പിന്നെ അടുത്ത് തന്നെ ഉണ്ട്. അല്ല മണിക്കൂട്ടാ, മണിക്കൂട്ടിനെ എന്തോ നോക്കുന്നത്. മണിക്കൂട്ടൻ എന്താ നോക്കുന്നത്? പത്രം വായിക്കുന്ന ഇന്നാണ്. കളിയാണ് വെറുതെ ചിരിച്ചത്. മണിക്കൂറിന്റെ ആദ്യം എടുക്കണം എന്ന് വെച്ചിരുന്നു. ജേഴ്സി കിട്ടിയില്ല അമ്മേ, ഒരാളത് മണിക്കുണ്ടായേ. അന്നേരം നമ്മൾ വിചാരിച്ചു മേതൂട്ടിക്ക് മണിക്ക് ഒപ്പം എടുക്കാം. ലാസ്റ്റ് പയ്യനൊരു ഇതുമ്പോ മേതൂട്ടിക്ക് കിട്ടി. 3-4 കടയിൽ കയറി. മണിക്കൂറിൻ്റെത് കിട്ടിയതുമില്ല. ഇനിയിപ്പോ മണിക്കൂറിന് നാളെ എങ്ങാനും അതെ മണിക്കൂർ ഈ അച്ഛന്റെ തലക്കാ ബുദ്ധി വന്നിട്ട്. അല്ല, ഞാൻ രണ്ടാക്കും കൂടി ഒന്നിച്ച് എടാ നാളെ മണിക്കാടെ രാവിലെ പോയി മണിക്കാം. മണീന്റെ ദേടെ കിട്ടും. മണി അതല്ല അവരെന്നെ പറഞ്ഞു. മണി ബ്രസീലിന്റെ ഐഡി ഉണ്ടാവും. പിന്നെ ഏതായാലും നമുക്ക് രാവിലെ പോകാം കേട്ടാ. നീ സേടാവില്ല. കരയല്ല മണി, നീ രാവിലെ മണിക്ക് മണി കാര്യൊന്നുമില്ലേ. അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇനിയിപ്പോ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം ഇനിയിപ്പോൾ ആദ്യം എടുക്കാൻ പോണത്രേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.